ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. 2-ാം സങ്കീർത്തനം കർത്താവിന്റെ അഭിഷിക്തനെ കുറിച്ചാണ് പറയുക. 2-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ പ്രകാരമാണ്: ജനതകൾ ഇളകി മറയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. 2-ാം സങ്കീർത്തനം അഭിഷിക്തനായ ദാവീദിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിനൊരു പ്രവചനാത്മകതയുണ്ടെന്ന് നമുക്ക് അറിയാം. 2-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ പ്രകാരമാണ്: ജനതകൾ ഇളകി മറയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: വിജാതിയർ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെരോദോസും പന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രവചനമായിരുന്നു ഈ 2-ാം സങ്കീർത്തനം എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 4:28 ഇപ്രകാരം പറയും: അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തീർച്ചയായിട്ടും അത് നടക്കും. പക്ഷെ എങ്കിലും ജനതകൾ ഒരുമിച്ച് കൂടുകയോ ഗൂഢാലോചന നടത്തുകയൊക്കെ ചെയ്താലും അഭിഷിക്തനെ കുറിച്ചുള്ള പദ്ധതികൾ ഒരിക്കലും അത് ഇല്ലാതാവുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷിക്തരുമാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ഇപ്രകാരമാണല്ലോ: കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷിക്തരുമായിട്ട് മാറിയിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. 8-ാമത്തെ വചനം പറയും: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകുന്നുണ്ട്. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. നമുക്കെതിരെ ഒരു ഗൂഢാലോചനയും വിലപോകുകയില്ലെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഒരു ഉത്തരവാദിത്വവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 11-ാമത്തെ വചനം പറയും: ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. 12-ാമത്തെ വചനം: വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. നമ്മളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരുപാട് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കപ്പെട്ടവരുമാണ്. അതോടൊപ്പം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 12-ന്റെ അവസാനത്തെ ഭാഗം പ്രകാരം പറയും: കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. തീർച്ചയായിട്ടും കർത്താവിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ശരണം വയ്ക്കുന്നവരാണ് ഭാഗ്യവാന്മാരായിട്ട് മാറുക. അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തരാണ് നാം ഓരോരുത്തരും. മാമോദീസായിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിട്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സഹനങ്ങളിലും നിലനിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരായിട്ട് മാറും. എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.